നീ ഉരച്ചോ, പക്ഷെ മരം അറിയരുത്. എനിക്കിത് വിൽക്കണ്ടതാ. നീ ഉരച്ചൊരച്ചെന്നെ മരം തീർക്കല്ലോ. ഞാൻ പറഞ്ഞിത് വിൽക്കണ്ടതാ, ലക്ഷങ്ങളുടെ മുതലാത്. പോണ്ടോ അപ്പുറത്തേക്ക്. ദേ പിന്നിട്ട് ഉരച്ചോണ്ടിരിക്ക. ഒറ്റലക്കൊലൊക്കെ ഉണ്ടല്ലോ, കൈലാസം കാണൂട്ടോ. തോമാസേ, ഒന്ന് അത്രത്തോളം വരാൻ പറഞ്ഞിട്ട് എന്തേ വരാഞ്ഞേ? ഇപ്പൊ വരാന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നീണ്ടു. മനക്കലെ പറമ്പ് താൻ തന്നെ വാങ്ങിക്കണമെന്ന് വാശി പിടിച്ചതിന്റെ അർത്ഥം എന്താന്ന് ധരിച്ചിട്ടുണ്ടോ? എന്നിട്ട് തേങ്ങ നീ വായ കോളാമ്പിയാക്കിട്ട് പിടിച്ച് നിക്കണേ. എണീറ്റ് പോണാർന്ന്, എണീറ്റ് പോ. ഞാൻ നന്നായ പോലെ താനും നന്നാവണം. താനും ഈ നാട്ടിലൊരു പ്രമാണിയാവണം. പ്രമാണിയാവണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നാട്ടുകാരങ്ങടി ഇപ്പൊ ആക്കണ്ടേ. ഈ പറമ്പ് മേടിച്ചാൽ നിനക്കും പ്രമാണിയാവാം. നിധിയുണ്ടോ, നിധി. ബ്രഹ്മദത്തൻ അറിയില്ല, മുഴുവൻ സ്വർണ്ണ കുടങ്ങളാ. കത്രീനെ, കത്രീനെ, നിധി. എന്റെ കർത്താവേ, നേരം വെളുത്തില്ല, അപ്പോഴേക്കും തുടങ്ങി ഈ മനുഷ്യൻ കൊച്ചു പിള്ളേരെ വറക്കാനും പൊരിക്കാൻ. കത്രീനെ, നീ വെറുതെ മിണ്ടരുത്. എനിക്ക് വിദ്യാഭ്യാസത്തിന് കുറവാണെന്ന് വിചാരിച്ച് നീ എനിക്ക് കത്രിയെ പൂട്ടിട്ടാറുണ്ടല്ലോ, നിനക്ക് ഞാൻ ഇരട്ട പൂട്ടിടും. തുടങ്ങി. എനിക്ക് ഇത്തിരി വിദ്യാഭ്യാസം കൂടുതലാ. നിക്ക്. നീ വെറുതെ ഓടണ്ട. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഗൾഫിൽ നിന്ന് മോൻ വിളിക്കാവും. അതുകൊണ്ട് ഇന്നെ ഓടിയത്. അതുകൊണ്ട് ഞാൻ നീ ഓടണ്ടെന്ന് പറഞ്ഞത്. നിന്റെ കയ്യിൽ ഫോൺ കിട്ടിയാലേ പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ല. STD ആണോ DDT ആണോ ഒന്നും നീ ഓർക്കില്ല. നേരം വെളുക്കോളം കുരച്ചോണ്ടിരിക്കും. തൃപ്തിയായില്ലേ? മണിയടി നിന്നു. ഓ പിന്നെ എടി, അന്തോണീസിനറിയാം എപ്പോ എങ്ങനെ മണിയടിക്കണോന്ന്. അവനില്ലേ എന്റെ മോനാ. എടി കത്രീന, അവിടെ നിൽക്കാൻ. ഹലോ, അന്തോണീസ് അല്ലേ? അതെ, അപ്പന്നെ. ഇങ്ങോട്ട് മമ്മിണ്ട്, മമ്മിക്ക് കൊടുക്കണോ? മമ്മിക്ക് പരമസുഖാണ്. മമ്മിക്ക് ഒന്നും സംസാരിക്കാനില്ലെന്ന്. മോ അടുത്ത വെള്ളിയാഴ്ചയല്ലേ വിളിക്കുള്ളൂ. മോന്റെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റിയില്ല. നല്ല രണ്ട് വർത്താനം പറയാനും സമ്മതിച്ചില്ല. ഓ, പറഞ്ഞില്ലേ വിശേഷം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. പറഞ്ഞില്ല. മതി. തോമയോ, താൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? തന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതെ, ആചാരൊന്ന് കൈ കിട്ടിയിട്ട് വേണ്ടേ അവിടേക്ക് പോവാൻ. ആ തിരുമേനിക്ക് വിശ്വാസമുള്ള ആളുമായി പോയില്ലെങ്കിൽ സംഗതി നടക്കില്ല എന്ന് മേനോൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ആ ഹാജിയാരെ തേടിപ്പിടിച്ച് കാര്യം നടത്താൻ നോക്ക്. ശരി, ഇപ്പൊ എവിടേക്കാണാവോ? അച്ഛൻ തിരുമേനിയുടെ ജന്മശതാബ്ദി ഇല്ലത്ത് നടക്കുക. എനിക്കും അതിലൊന്ന് കൂടണമല്ലോ. ഞാനും അങ്ങേരുടെ മോനാ. ബ്രഹ്മദത്തന് അങ്ങനെ മുതലെടുക്കണ്ട. ഞാൻ പറഞ്ഞത് മറക്കണ്ട. മറക്കേ, അസല് കാര്യായി.